പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1/2 കിലോഗ്രാമിൽ ചിക്കൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇത് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് ആവശ്യമായ പൊടികൾ നോക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. ഞാനൊരു പാൻ എടുത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കണ്ട, ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ 2.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. 4 പച്ചമുളക്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇത് മൂത്ത് വരുന്നതിന് ശേഷം ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും ചേർത്ത് നല്ലതുപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ 2 തക്കാളി ചേർത്ത് കൊടുക്കുക. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ 2 എണ്ണം മതി, ചെറുതാണെങ്കിൽ 3 എണ്ണം എടുക്കാം. തക്കാളി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അടിച്ച് വെച്ച് വേവിക്കുക. തക്കാളിയെല്ലാം നല്ല വെന്ത് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രഷ് ചെയ്തിട്ട് ചേർക്കാം. ഞാനിവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ലാസ്റ്റ് സ്റ്റെപ്പ് ആകുമ്പോൾ ഇതിൻ്റെ മുകളിൽ മല്ലിച്ചപ്പ് നല്ലോണം കൊടുക്കാം. അന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ല ഇത് എത്ര തിക്ക് ഗ്രേവി ആയിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കി അത്രയ്ക്ക് രുചിയുള്ള കറിയാണ്. അപ്പോൾ നമ്മൾക്കിത് ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് സേവ് ചെയ്യാം. നമുക്കിത് എന്തിൻ്റെയും കൂടെയും കഴിക്കാം. നല്ല തിക്ക് ഗ്രേവി ആയിട്ടാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത്. ചോറിൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല